സ്വാഗതാർഹമാണ്. കുഞ്ഞുങ്ങൾക്കാണ് ഗുണം. കോൺഗ്രസ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിനോ അല്ല. ഇത് ഒരു ദേശീയ നയം പ്രഖ്യാപിച്ചു. അത് മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം അത് നടപ്പിലായി. ഇവിടെയും അത് ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്ന വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ ഇതൊന്നും ബാധിക്കരുത്. ആ തരത്തിൽ മുഖ്യമന്ത്രി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്, നല്ല കാര്യമാണ്. ഈ PM ശ്രീ പദ്ധതി LDFന്റെ കാലത്ത് ഒപ്പിട്ട അതാണ് എന്നാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ വകുപ്പുമല്ല. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഒപ്പിട്ടില്ല, ഓൾറെഡി ഇത് തുടങ്ങിക്കഴിഞ്ഞു, എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് അവർ തങ്ങളിൽ സംസാരിച്ച് തീർക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ തങ്ങളിൽ അത് തീർക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു വഖഫ് നിയമങ്ങളെടുത്ത് അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞു. അത് അവിടുത്തെ ജനങ്ങൾ ചെയ്തു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം കൊണ്ട് ഏതൊക്കെ രീതിയിൽ അത് ചവിട്ടി താഴ്ത്തപ്പെടുമെന്നുള്ളത് നമ്മളിനി ഭാവിയിൽ കാണാണ്ടിരിക്കുന്നതേ ഉള്ളൂ, അല്ലേ? ഇപ്പൊ ഭരണം വന്നപ്പോൾ ഒരു മാസം ആകുമ്പോഴാണ് എയിംസ് ഇനി സജീവമാക്കേണ്ടതല്ലേ? എന്താ അവരെന്തെങ്കിലും അന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന്റെ വന്നിട്ടില്ല. അത് ഞാൻ അന്ന് പറഞ്ഞു, അതിന് വ്യക്തമായി. മുരളിച്ചേട്ടൻ പറഞ്ഞതിനകത്തും ഒരു ചെറിയ അപാകതയുണ്ട്. എവിടെ വേണമെങ്കിലും തരാം, നിങ്ങളിനി അങ്ങ് അനൗൺസ് ചെയ്തോ? അങ്ങനല്ല. ഇത് ഒഫീഷ്യലായിട്ട് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ, ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, ഇത് ആരാണോ ഇത് നിർവഹിക്കുന്നത് ആ കമ്മിറ്റിയിലേക്ക് അങ്ങനെയുള്ള 5 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, അത് 5 ജില്ലയായാൽ നല്ലത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രദേശത്തിന് എങ്ങനെ വികസനം പുതുതായി വരുന്നു എന്ന ഒരു വാല്യൂ ആഡ് കമ്പണൻറ്റ് കൂടി പരിശോധിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ അവിടെ പ്രപ്പോസ് ചെയ്താൽ അവിടെയാണ് പിന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഈ സ്ഥലം നിശ്ചയിക്കപ്പെടുന്നത്. അതല്ലാതെ ഇത് നമുക്ക് തെരുവ് കച്ചവടം പോലെ 5 സ്ഥലം